80ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ രാജ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തും. വിദ്യാർത്ഥി സമരത്തിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയെ ഉറ്റുനോക്കി രാജ്യം. ചരിത്രത്തിലാദ്യമായി ചെങ്കോട്ടയിൽ വന്ദേ മാതരം ആലപിക്കും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തും വിപുലമായ ആഘോഷങ്ങൾ. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ദേശീയ പതാക ഉയർത്തും. ജില്ലാസ്ഥാനങ്ങളിൽ മന്ത്രിമാർ പങ്കെടുക്കും. സർക്കാർ പരിപാടികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വന്ദേ മാതരം ആലപിക്കില്ല. 282 പേർക്ക് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ. ഇന്തോനേഷ്യയിൽ വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഫ്ലോറാസ് ദ്വീപിനടുത്ത്. ഇന്തോനേഷ്യയിൽ സുനാമി മുന്നറിയിപ്പ്. ഇടുക്കി എഴുകുംവയലിൽ മകൻ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായി. കൊലപ്പെടുത്തിയ ശേഷം ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി ബന്ധുവിന് അയച്ചു. മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ആന്തരികാവയവങ്ങൾ പുറത്തുവന്ന നിലയിൽ. മകൻ അജീഷ് ലഹരിക്കടിമയെന്ന സൂചന. എഴുകുംവയൽ സ്വദേശി ആന്റണിയും ഭാര്യ വത്സമ്മയും കൊല്ലപ്പെട്ടത് ഇന്നലെ രാത്രി. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിൽ അവകാശവാദവുമായി ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് അമേരിക്കയുടെ കീഴിലുള്ള പ്രദേശമായി ഉടൻ പ്രഖ്യാപിക്കും. ഇറാൻ പരാജയം അംഗീകരിക്കുന്നതുവരെ ഉപരോധം തുടരുമെന്നും അമേരിക്കൻ പ്രസിഡന്റ്. ഹോർമൂസ് ഇറാൻ നിയന്ത്രണത്തിൽ തുടരുമെന്ന ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗാരിബാബ്ദി. ഒമാനുമായുള്ള ധാരണ ഉടനെന്ന വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി. ഇന്ത്യ ശ്രീലങ്ക 1ാം ക്രിക്കറ്റ് ടെസ്റ്റിന് ഇന്ന് തുടക്കം. മത്സരം ഗാലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ. ഇന്ത്യയുടെ 600ാം ടെസ്റ്റ് മത്സരം.